മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ അസഫ് അലി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അസഫ് അലി, ഇപ്പോൾ കോടതി ചോദിച്ച ചോദ്യങ്ങൾ, ഹൈക്കോടതിയിലേക്ക് വന്നിരിക്കുന്ന ഹർജി, ഇതിന്മേൽ സർക്കാരിന് CBI അന്വേഷണം എന്ന ആവശ്യം അംഗീകരിക്കാതെ തരമുണ്ടോ? എന്താണ് തോന്നുന്നത്? ഈ സർക്കാർ ഇതുവരെ പറഞ്ഞത് ഞങ്ങൾ എറിയോടൊപ്പമാണ് എന്നല്ലേ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വിദഗ്ധ അന്വേഷണത്തെ സർക്കാർ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്ത അവധി ദിവസം സർക്കാരിന്റെ നിലപാട് പോലെ ഇരിക്കുന്നു സർക്കാരിന്റെ കൾപ്പബിൾ റോൾ ഈ കേസിൽ. സർക്കാർ പേരിയ കേസ് എതിർത്ത മാതിരി ഡൽഹിയിൽ നിന്ന് വക്കീൽമാരെ കൂട്ടിക്കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് CBI അന്വേഷണം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്നാം പ്രതി സർക്കാരാണ്, രണ്ടാം പ്രതി ദിവ്യയാണ്. അല്ല, സർക്കാർ അടുത്ത അവധിക്ക് പറയാണ് നമുക്ക് സത്യം പുറത്തു വരണം, ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും നമുക്കൊന്നും മറച്ചു വെക്കാനില്ല എന്ന നിലപാടാണ് സർക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ സത്യസന്ധത നമുക്ക് മനസ്സിലാക്കാം. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അത് വ്യക്തമാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഒരു സുതാര്യത കാണിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ കുടുംബത്തിനായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് വ്യക്തത നൽകുന്നില്ല എന്നത് സംശയകരം തന്നെയല്ലേ ശ്രീ അസഫ് അലി? ഇത് സാധാരണ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റമേ അല്ല. ഇതിൽ ധാരാളം സംശയങ്ങളാണ് നാളുകൾ കഴിയുന്തോറും പുറത്തു വരുന്നത്. എങ്ങനെയാണ് നവീൻ ബാബുവിന്റെ വീട്ടിന്റെ വാതിലുകളെല്ലാം തുറന്നിട്ടത്? എന്തുകൊണ്ടാണ് ഒരു ആത്മഹത്യാ കുറിപ്പ് ഇല്ലാതെ പോയത്? ഈ കാര്യങ്ങളെല്ലാം അതീവ ഗുരുതരമാണ്. പിന്നെ കുടുംബത്തിന്റെ ആളുകൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ധൃതിപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തി, ഇൻക്വസ്റ്റ് നടത്തി, അതും പെരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ നിർബന്ധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. അതെല്ലാം സംശയാലുക്കളാണ്. നമ്മളിതെല്ലാം സംശയമുണ്ടാക്കുന്നതാണ്. കുടുംബം മാത്രമല്ല, മലയാളി സമൂഹം, ലോകത്തെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് സംശയമുണ്ടാക്കുന്നതാണ്. ഒരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തെളിയിക്കുന്നതിന്റെ പരമപ്രധാനമായ തെളിവ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലിഗേച്ചർ മാർക്കാണ്. അത് കയറ് കഴുത്തിന് കെട്ടി ബലമായി കൊന്നിട്ട് കെട്ടി തൂക്കിയതാണോ, അല്ലെങ്കിൽ ഒരു നാച്ചുറലായ ഒരു സ്ട്രെസ് കൊണ്ടുണ്ടായ ആത്മഹത്യയാണോ എന്നൊക്കെ പരിശോധിക്കേണ്ട അവസരങ്ങൾ പോലീസും സർക്കാരും കൊടുത്തില്ല. ശ്രീ അസഫ് അലി, ഇന്നലെ എതിരഭിപ്രായമായി വന്ന ഒരു വാദം ഇപ്പോൾ ഇതൊരു കൊലപാതകമാണോ എന്ന സംശയം ഉയർത്തുമ്പോൾ, കുടുംബം അങ്ങനെ ഒരു ആവശ്യം ഉയർത്തുമ്പോൾ അവിടെ PP ദിവ്യ രക്ഷപ്പെടുന്നു, ദിവ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണം ദുർബലമാകുന്നു എന്നുള്ളതാണ്. അതിനെങ്ങനെ കാണുന്നു നിയമപരമായി? ഒരിക്കലുമില്ല. ദിവ്യന്റെ കോൺസ്പിറേറ്റർ റോളല്ലേ അതിലുള്ളത്. ദിവ്യ പ്രേരണ നടത്തി ആത്മഹത്യ ചെയ്യിപ്പിച്ചു എന്ന റോൾ അവിടെ നിൽക്കുന്നു. ഈ നവീൻ ബാബു ജീവനോടെ ഇല്ലാതാവേണ്ടത് കണ്ണൂരിൽ നടന്ന വൻകിട ഇടപാടുകളുടെ കള്ളക്കളി പുറത്തു വരാൻ സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് നവീൻ ബാബുവിന്റെ ജീവൻ ഇല്ലാതാവേണ്ടത് ഒരു വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതിൽ നിന്ന് ദിവ്യക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എന്തിനാണ് ദിവ്യ അവിടെ പോയി ഈ നവീൻ ബാബുവിനെ ഇങ്ങനെ അസഭ്യം പറഞ്ഞത്? ഒരാളുടെ യാത്ര, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ നിമിഷങ്ങളിലാണ് ഈ ദിവ്യ അവിടെ പോയി അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞത്. അപ്പൊ അവരോടുള്ള തീരാത്ത പകയാണ്. അവരെന്താ പറഞ്ഞത്? 2 ദിവസം കൊണ്ട് പുറത്തുവിടും. എന്തേ ഇന്ന് വരെ അത് പുറത്തുവിടാതിരുന്നത്? ശരി, അതൊരു ആത്മഹത്യാ പ്രേരണയാകുമ്പോൾ പിന്നെ കൊലപാതക ആരോപണം എങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. അല്ല, കോൺസ്പിറേറ്ററി റോള് അന്വേഷണത്തിൽ നിന്നേ വെളിവാവുള്ളൂ. വാട്ട് ഈസ് ദ റോള്? ഞാൻ ചോദിക്കട്ടെ, ഈ നവീൻ ബാബു എന്ന് പറയുന്ന ഓർഡിനറി വയർമാൻ, ഇലക്ട്രീഷ്യൻ, കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളാണ് വാങ്ങിവെച്ചിരിക്കുന്നത്. ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ എത്ര രൂപ വേണമെന്ന് നമുക്ക് ആലോചിക്കാം. അങ്ങനെ കുറ്റകൃത്യം ചെയ്ത് ആർജിച്ചിരിക്കുന്ന മുതലുകൾ ഉപയോഗിക്കാനും കൈവശം വെക്കാനും സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ദിവ്യയാണ്. പക്ഷേ പ്രശാന്തിലേക്ക് അന്വേഷണമില്ലല്ലോ ശ്രീ അസഫ് അലി. അതിലേക്കൊന്നും അന്വേഷണം വിടുന്നില്ല. അന്വേഷണത്തിന്റെ കുന്തമുന വെറും ദിവ്യയിൽ മാത്രം നടത്തിയ ഒരു ചെറിയൊരു കേസായി കുറ്റപത്രം കൊടുക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് കുടുംബത്തിന് സംശയം. എങ്ങനെയാണ് വാതിൽ തുറന്നിട്ടത് ഒരു ആത്മഹത്യ ചെയ്യുന്ന വീട്ടിന്റെ? അവിടുത്തെ കൈപ്പട പരിശോധകെടുത്തോ? ഇല്ല. പോലീസ് എവിടെ തമ്പ് ഇംപ്രഷൻ അവിടെ വാതിലെല്ലാം തൊട്ടിരിക്കുന്ന കൈപ്പട എടുത്ത് എഫേർട്ടിന് അയച്ചോ? ആരുടെ കൈപ്പടിയാണ് ആ വാതിലുകളിൽ ഉണ്ടായത്? എന്തേ അത് എടുക്കാതിരുന്നത്? അന്ന് രാത്രി ആരെങ്കിലും വാതിൽ തുറക്കാനോ കൂട്ടാനോ പുറത്തുനിന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണമെങ്കിൽ അവിടെയുള്ള കൈപ്പട എടുത്ത് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിന് കൈപ്പട പരിശോധിക്കുന്ന ലബോറട്ടറിയിൽ അയക്കണ്ടേ? എന്തേ പോലീസ് അത് ചെയ്യാതിരുന്നത്? അപ്പൊ ആരെയോ രക്ഷിക്കാനും എന്തോ മറച്ചു വെക്കാനും പോലീസിനുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ അത്? തീർച്ചയായും. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടും ഈ കേസ് ഡയറിയും കോടതിയുടെ മുന്നിൽ ഹാജരാക്കുമ്പോൾ കോടതിയിൽ നിന്നും ഈ ചോദ്യങ്ങൾ ഉയരും അല്ലേ ശ്രീ അസഫ് അലി? സ്വാഭാവികമല്ലേ. ഇത് സാധാരണക്കാരനുള്ള മുമ്പിലുള്ള ചോദ്യമാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു വീട്ടിനുള്ളിൽ വെച്ച്, വാതിലെല്ലാം തുറന്നു വെച്ചിരിക്കുന്നു. അപ്പൊ വാതിലുകൾ ആര് സ്പർശിച്ചു എന്ന് കണ്ടുപിടിക്കേണ്ടത് കേസിന്റെ പരമപ്രധാനമായ ഒരു ഭാഗമാണ്.
പോലീസ് എന്തേ ആ ഭാഗം അന്വേഷിക്കാതിരുന്നത്? പോലീസിന് ആരെയോ രക്ഷപ്പെടുത്താനുണ്ട്. അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആരുടെ കൈപ്പടിയാണ് ആ വാതിലിലെല്ലാം തൊട്ടിരിക്കുന്നത്. ഗൂഢാലോചനയുടെ ആരം അവിടെ നിന്ന് മനസ്സിലാക്കണം. അതല്ലേ ഒരു കേസന്വേഷണത്തിന്റെ ഫണ്ടമെന്റൽ. എന്തേ അത് ചെയ്യാതിരുന്നത്? ഇതിനോട് അനുബന്ധിച്ച് വന്നിരിക്കുന്ന മറ്റു വശങ്ങളൊന്നും ആലോചിക്കുന്നില്ലല്ലോ. എന്തേ 2 ദിവസം കഴിഞ്ഞ് നവീൻ ബാബുവിനെതിരെയുള്ള ഗുരുതരമായ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് പൊട്ടാതിരുന്നത്? എന്തേ ദിവ്യ പാർട്ടി നിൽക്കുന്നത് വിക്ടിമിന്റെ കൂടിയാണെന്ന് പരസ്യപ്രഖ്യാപനം നടത്തിയിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിവ്യയെ സ്വീകരിക്കാൻ പാർട്ടിയുടെ ഉന്നതന്മാർ ഓടിയെത്തിയത് എന്തിനാണ്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നും ചില ചോദ്യങ്ങൾ ഉയരുന്നു. അതിന് കൃത്യമായ മറുപടി സർക്കാരും അന്വേഷണ സംഘവും SIT നൽകേണ്ടി വരും. വളരെ നന്ദി ശ്രീ അസഫ് അലി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.